ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. എന്തൊക്കെ എല്ലാവരും വിശേഷം? നോമ്പൊക്കെ എങ്ങനെ പോണ്? ഇന്ന് നമ്മൾ ഇന്നത്തെ ഇഫ്താറിൻ്റെ വിഭവങ്ങളാണ് കേട്ടോ കാണാൻ പോകുന്നത്. എന്തൊക്കെയാണ് ഞാനിന്ന് തയ്യാറാക്കിയതെന്ന് കാണിച്ചു തരാം. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം നമ്മൾ സവാളയൊക്കെ ക്ലീനാക്കി വെക്കുകയാണ്. ഇനി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊക്കെ കേകി ഉഷാറാക്കി വെക്കുന്നുണ്ട്. ഇന്നത്തെ സ്പെഷ്യലി ബീഫ് ബിരിയാണിയാണ് ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടുള്ളത്. അപ്പം ബിരിയാണി ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ അമ്മ റെഡിയാക്കുകയാണ്. ഉമ്മയാണ് ബിരിയാണീൻ്റെ സ്പെഷ്യലിസ്റ്റ് കേട്ടോ. ബിരിയാണി എനിക്ക് അല്ലാതെ അറിയില്ല, അപ്പം ഉമ്മയാണ് ഉണ്ടാക്കൽ. അമ്മക്ക് പെട്ടെന്ന് ഉണ്ടാക്കാനായിട്ട് കഴിയും അത്. അപ്പം ഇതൊക്കെയാണ് ഇൻഗ്രീഡിയൻസ്. അപ്പോൾ നമ്മൾ ചോറ് ആദ്യം വെച്ച് ഊറ്റിങ്ങാണ്ടാണ് ചെയ്യണത്. അമ്മ പറഞ്ഞാൽ നമുക്ക് ആദ്യം ഇങ്ങനെ ചെയ്യാം, എന്നിട്ട് കുക്കറിൽ ദമ്മിടാന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മളങ്ങനെ ചെയ്യാണ്. ഇത് പിന്നെ നമ്മളെ ചട്ടിപ്പത്തിരിക്കുള്ള മസാല തയ്യാറാക്കുകയാണ് ഞാൻ. ചിക്കന് ചട്ടിപ്പത്തിരിക്കുള്ള ഇതും എടുക്കണം, പിന്നെ കുറച്ച് വറുക്കാനുള്ളതും എടുക്കണം. അപ്പോൾ ഏതായാലും മസാല കൂട്ടുകയാണ്. മസാല കൂട്ടുമ്പോൾ ഞാൻ കോൺഫ്ലവറും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പിന്നെ മസാലയൊക്കെ ചേർത്തിട്ടാണ് ഞാൻ ചിക്കൻ മസാല തേച്ച് പിടിപ്പിക്കുന്നത്. പിന്നെ വറുക്കാൻ നേരത്ത് എണ്ണ എല്ലാം ചൂടായിട്ട് ആദ്യം കരിവേപ്പിൻ്റെ ഇല കുറച്ചിട്ട് മൂപ്പിച്ചെടുക്കും. അപ്പോൾ വേറൊരു ഫ്ലേവറാണ് അതിന്, നല്ല സ്മെല്ലും ഫ്ലേവറിന് വ്യത്യാസം ഉണ്ടാവും. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ കേട്ടോ. അപ്പം അങ്ങനെ നമ്മൾ ഏതായാലും ഒക്കെ വറുത്ത് കോരി മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിൽ നിന്ന് പകുതി എടുത്തിട്ട് വേണം വറുത്തന്നെയാണ് ചട്ടിപ്പത്തിരിക്ക് ഞാൻ എടുക്കൽ കേട്ടോ. അങ്ങനെ ഏതായാലും നമ്മളെ ചിക്കനൊക്കെ വറുത്ത് കോരി ഉഷാറായി വെച്ചിട്ടുണ്ട്. അതിലേക്ക് വറുത്ത് കോരിയത് ഓരോന്ന് ഇവിടുന്ന് പോകുന്നുണ്ട് കേട്ടോ. അത് അല്ലൊരു നോമ്പില്ല, അപ്പം അല്ല ഓരോന്ന് അങ്ങനെ എടുത്തുകൊണ്ടിങ്ങാണ്ട് അങ്ങനെ കഴിക്കുകയാണ്. പിന്നെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ സവാളയാണ്. സവാള നെയ്യിൽ മൂപ്പിച്ചിങ്ങാണ്ട് അതിക്ക് അണ്ടി മുന്തിരിയൊക്കെ ഇട്ടുകൊണ്ടാണ് ഞങ്ങൾ തരിക്കഞ്ഞി ഉണ്ടാക്കൽ. നിങ്ങളെ വീട്ടിലൊക്കെ എങ്ങനെയാണ്? അണ്ടി മുന്തിരി മാത്രം ഇട്ടുകൊണ്ടേക്കല്ലേ മൂപ്പിക്കൽ? ഇത് ഞങ്ങളുടെ അമ്മാൻ്റെ ഒരു പ്രത്യേക ഒരു വെപ്പാട്ടോ. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. ഈ സവാള അങ്ങനെ തരിക്കഞ്ഞി കുടിക്കുമ്പോൾ അങ്ങനെ കടിക്കുമ്പോൾ ഒരു വേറെ രുചിയാണ്. ചിലർക്കൊന്നും ഇഷ്ടപ്പെടില്ല, എനിക്കിഷ്ടമാണ്. പിന്നെ വെള്ളത്തിന് ഞങ്ങൾ മുന്തിരി ജ്യൂസാണ് ഉണ്ടാക്കിയത്. അങ്ങനെ മുന്തിരി ജ്യൂസും നമ്മളത് അടിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ചായക്കുള്ള വെള്ളം അങ്ങനെ തിളച്ച് മറിയുന്നത്. അപ്പോൾ അതിക്ക് പൊടിയൊക്കെ ഇട്ട് ഞാൻ ആദ്യം പഞ്ചസാര ഇട്ട് വെക്കും. ചായക്ക് വെള്ളം വെക്കുമ്പോൾ തന്നെ എനിക്ക് എത്ര മധുരം വെച്ചാൽ ഇട്ട് വെക്കും. അങ്ങനെ ഇട്ടാൽ വേഗം തള വരുന്നില്ലൊരു വിശ്വാസമാണ് എനിക്ക് കേട്ടോ. അപ്പോൾ നമ്മളെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അമ്മ ബിരിയാണിയൊക്കെ ഇങ്ങനെ ഇളക്കി മറിക്കുകയാണ്. ഇളക്കി മറിച്ച ശേഷം തട്ടിക്ക് ചൂടാറാൻ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ വിഭവങ്ങൾ കേട്ടോ. ബീഫ് ബിരിയാണി, ചിക്കൻ വറുത്തത്, തൈര് ഒക്കെയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ്, ഷെയർ, സബ്സ്ക്രൈബും ചെയ്യണം. ഓക്കെ. അപ്പം ബിരിയാണി ദമ്മ് പൊട്ടിച്ചിടുമ്പം അതിൽ അണ്ടിപ്പരിപ്പ് മുന്തിരി ഇങ്ങനെ കാണുമ്പോൾ ഞാൻ അങ്ങനെ എടുത്ത് കഴിക്കും. എങ്ങനെ നിങ്ങളത് കഴിക്കുമോ?